നമ്മളെല്ലാവരും പട്ടം പറത്തിയിട്ടുണ്ടാവും അല്ലേ? പറത്തിയിട്ടില്ലെങ്കിലും പറത്തുന്നത് കണ്ടു നിന്നിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. വെറും ഒരു പട്ടം തിരുവനന്തപുരം വിമാനത്താവളത്തെ മുൾമുനയിൽ നിർത്തിയ വാർത്തയിലേക്കാണ്. ഇന്നലെ വൈകിട്ട് റൺവേക്ക് മുകളിൽ പറന്ന പട്ടം 6 വിമാനങ്ങളുടെ വഴിയാണ് മുടക്കിയത്. പട്ടം താഴെ ഇറക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ആവത് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതോടെ ഇറങ്ങാനുള്ള വിമാനങ്ങൾ ആകാശത്ത് ചുറ്റിക്കറങ്ങി. പട്ടം തന്നെത്താനെ താഴെ വന്ന് വീണതിന് ശേഷമാണ് വിമാനങ്ങൾക്ക് പറന്നുയരാൻ കഴിഞ്ഞത്. സുനിഷ എല്ലൂർ പറയും അവിടെ എന്താണ് കണ്ടതെന്ന്. കഴിഞ്ഞ ദിവസം ഏകദേശം ഇതേ സമയത്താണ് ഒരു പട്ടം കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 6ഓളം വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായത് എന്നതാണ്. ഞാൻ ഈ നിൽക്കുന്ന മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപമുള്ള റൺവേയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ഈ കാണിക്കുകയാണെങ്കിൽ ഈ മുട്ടത്തറ പൊന്നറ പാലത്തിനടുത്തുള്ള റൺവേ വള്ളക്കടവ് സുലൈമാൻ തെരുവിനുമിടയ്ക്ക് ഈ ഭാഗത്താണ് 200 അടി ഉയരത്തിലായി പട്ടം പറക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. പിന്നാലെ തന്നെ ഈ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് വിവരം അറിയിച്ചു. അതിനെ തുടർന്ന് സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഇറങ്ങാനെത്തിയ 4ഓളം വിമാനങ്ങൾ, ഈ 4ഓളം വിമാനങ്ങളിലെ പൈലറ്റുമാരോട് ചുറ്റിക്കറങ്ങാനുള്ള ഗോ അറൌണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നാലെ പുറപ്പെടാനൊരുങ്ങിയ 2 വിമാനങ്ങൾ തൽക്കാലം പാർക്കിംഗ് ബേയിൽ നിർത്തിയിടാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ 2 മണിക്കൂറോളമാണ് ഇതേ സ്ഥിതി തുടർന്നത് എന്നതാണ്. പട്ടം താഴെ ഇറക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിൽ പോലും ഈ 2 മണിക്കൂറോളം പട്ടം ഇങ്ങനെ ഈ റൺവേക്ക് മുകളിലായി പറന്ന് നടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 4:20 എടുക്കേണ്ട മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ്, തൊട്ടു പിന്നാലെ ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ, ഡൽഹിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ, ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഇൻഡിഗോ തുടങ്ങിയ 4 വിമാനങ്ങളാണ് ഇറങ്ങാൻ പറ്റാതെ 2 മണിക്കൂറോളം ഈ ചുറ്റിക്കറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയത്. വൈകിട്ട് ഈ ഹൈദരാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ, ഒപ്പം തന്നെ ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ, ഈ വിമാനങ്ങളാണ് പിടിച്ചിട്ട് ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞ് രാത്രിയോടെ പുറപ്പെടേണ്ട ഒരു സ്ഥിതി വന്നത്. നിലവിൽ ഏതായാലും വിമാനത്താവള അധികൃതർ പിന്നാലെ ഈ വലിയതുറ പോലീസിന് പരാതി നൽകുകയും ആരാണ് ഇത്തരത്തിൽ പട്ടം പറത്തിയത് എന്ന് കണ്ടെത്താനുള്ളൊരു നിർദ്ദേശം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നിലവിൽ ആരാണ് ഈ പട്ടം പറത്തിയത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ്. കാരണം അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ റൺവേക്ക് തൊട്ടടുത്തായി പട്ടം പറത്തുന്നതിനൊക്കെ തന്നെ നിയമമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ആരാണ് ഇത്തരത്തിൽ പട്ടം പറത്തിയത് എന്ന് അറിയേണ്ടതുണ്ട്. പക്ഷേ മനഃപൂർവ്വമാണോ എന്നൊരു സംശയം നിലവിലില്ല എന്നതാണ്. ഒരുപക്ഷെ പട്ടം പറത്തുമ്പോൾ കെട്ടുവിട്ട് പാറിയതായിരിക്കാം എന്നൊരു സംശയമാണ് നിലവിലുള്ളത്. ഏതായാലും വലിയതുറ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ പല രീതിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഭാഗങ്ങളിലൊക്കെ വേസ്റ്റ് ഇടുന്നത് കൂടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അതിലൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഈ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ കാക്കകൾ പോലുള്ള പക്ഷികൾ ധാരാളമായി വരും. ഇത് വലിയ രീതിയിൽ വിമാനങ്ങൾ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടാകുന്നു, തടസ്സമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഈ എയർപോർട്ട് അതോറിറ്റിയും ഒപ്പം സർക്കാരും ഇവിടെ കോർപ്പറേഷനും ഒക്കെയായി ആലോചിച്ചുകൊണ്ട് ഇവിടെയുള്ള വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇപ്പൊ നിരന്തരമായി വേസ്റ്റ് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മാലിന്യ പ്രശ്നം അത്ര കണ്ടില്ല എന്നതാണ് നിലവിൽ ഇവിടെയുള്ളവർ അറിയിക്കുന്നത്. പക്ഷേ ഈ പക്ഷികളുടെ ബുദ്ധിമുട്ട് അതുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ തന്നെ വിമാനത്താവളത്തിൽ ഈ പക്ഷി ഈ വിമാനം എത്തുന്നതിന് മുമ്പായി പടക്കം പൊട്ടിച്ച് ഈ പക്ഷികളെ മാറ്റുന്ന ഒരു രീതിയുണ്ട്. അത് നിലവിൽ ഏതായാലും ഈ എന്തായാലും സുനിഷ കൊള്ളാം. പക്ഷിയല്ല, ഇത്തവണ പട്ടമാണ് പ്രശ്നമായത്. ആ പട്ടം എവിടെ നിന്ന് വന്നതാണോ എന്തോ, ആ പട്ടം നിയന്ത്രിച്ചിരുന്ന ആളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയതാണോ? എന്തായാലും ആ പട്ടം കഥ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.